டென்னி அங்கே இளநீர் இருக்கு, அதை சாப்பிட்டு அப்புறமா பண்ணிக்கலாமா? எப்படி எப்படி எதில் உடைக்கிறதுடா? உடைக்கிறதுக்கா ஏதாவது பார்க்கலாம். வல்லவனுக்கு புல்லு ஆயுதம். பார்த்தியா, இதை கேட்டியா? தான் வல்லவனுக்கு புல்லு ஆயுதம். சூப்பரா இருக்குடா, சீட்டா. சரி, நம்ம வந்தது எதுக்கு? ஆடா போடா, வந்த வேலையே மறந்துட்டேன். இளநியை பார்த்ததும் இதுக்குதான். இது தெரியுதா என்னன்னு? தெரியுது தானே? ഉനക്ക് தெரியும், ஆனால் എങ്ങൾക്ക് தெரிയത്തില്ല. ഗായ്സ്, ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നറിയോ? ഇളനീ കുടിക്കാനല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോണിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ലെൻസാണിത്. ഈ ലെൻസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇളനീ കണ്ടപ്പോൾ നല്ല വെയിലും ഉണ്ടായി. ആ സമയത്ത് ഇളനീയും കണ്ടു, കുടിച്ചു. ഇത് ഇളനീന്ന് കട്ട് പറിച്ചൊന്നുമല്ല, ഇന്നലെ ഇവിടെ ഇളനീ ഇട്ടായിരുന്നു തോട്ടത്തിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ മിച്ചം വന്ന് ഇന്ന് അടിച്ച് പൊടിച്ച് കുടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ എന്താ പറയുക, iVoltaa എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ 2-in-1 ലെൻസാണ്. സ്മാർട്ട് ഫോണിന് ഉപയോഗിക്കുന്ന ലെൻസാണ്. പെർഫെക്റ്റ് ആണ്. ഇന്നലെ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നല്ലോ, ആ ആപ്ലിക്കേഷന് കൂടി ഈ ഒരു ലെൻസ് കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് മുന്നോട്ട് കാണാം. അതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ മടിക്കാതെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ ഉപകാരപ്രദമാകുമെന്ന് തോന്നുകയാണെങ്കിൽ കാത്ത് വന്നിരിച്ചിടാ, കാത്ത് ഒരു മിനിറ്റ് ബാക്കി പറയാം. അപ്പോൾ ചാനൽ ഉപകാരപ്രദമാകുമെന്ന് തോന്നുകയാണെങ്കിൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും എന്താ പുലിയാ? എന്നതത്? കോളി, കാട്ടുകോളി. புலியெல்லாம் வருதுடா இங்க. புலி இல்லை, சிறுத்தை வருது. அப்புறம் என்ன சொல்லியிருந்தேன் தானே? സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ജീവിയുടെ ശബ്ദം കേട്ടപ്പോൾ എല്ലാം മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് നമുക്ക് കാണാം. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ചെയ്യുക. വീഡിയോ മുൻപോട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളിയായിട്ടുള്ള കേസാണ് കേട്ടോ ഇതിൻ്റെത്. എവിടെയും നമുക്ക് എടുത്തുകൊണ്ടാൻ പറ്റിയ കേസ്. അതിനകത്ത് നമുക്ക് iVoltaaയുടെ 2-in-1 ലെൻസ് ഉണ്ട്. ഈ ലെൻസ് പൂർണ്ണമായും മെറ്റൽ ബോഡി കൊണ്ട് നിർമ്മിച്ചതാണ്. രണ്ടും ജോയിൻ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസായി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. താഴ്ഭാഗത്തുള്ളത് മാക്രോ ലെൻസാണ്. ഒന്ന് വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ മാക്രോ ലെൻസായും, രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അത് ഘടിപ്പിക്കാനുള്ള ക്ലിപ്പാണിത്. നമുക്ക് സിംഗിൾ ക്യാമറയുള്ള ഫോണിലും അതുപോലെ ഒന്നിൽ കൂടുതൽ ക്യാമറകളിലുള്ള ഫോണിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ലെൻസ് ക്ലീനിങ് ക്ലോത്തും ഒരു യൂസർ മാനുവൽ ഗൈഡും ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലെൻസൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഫോണിലേക്ക് ഘടിപ്പിക്കാം. ഈ ക്ലിപ്പ് കൃത്യമായിട്ട് ക്യാമറ സെൻറ്ററിൽ വരുന്ന രീതിയിൽ, മെയിൻ ക്യാമറ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഘടിപ്പിക്കുക. ഒന്നിൽ കൂടുതൽ ക്യാമറകളാണെങ്കിൽ ഏതാണോ മെയിൻ ക്യാമറ അതിന് ഘടിപ്പിച്ച് കഴിഞ്ഞാലാണ് കൃത്യമായിട്ടുള്ള ഫോട്ടോ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്ക് ക്യാപ്പ് റിമൂവ് ചെയ്ത് നമുക്ക് ആദ്യം ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ ലെൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ രണ്ടും ജോയിൻ ചെയ്തുകൊണ്ട് വൈഡ് ആംഗിളാണ് ആദ്യമായി ഉപയോഗിച്ച് കാണിച്ചു തരുന്നത്. നല്ല കൃത്യമായിട്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ലെൻസ് ഘടിപ്പിക്കുക. ഇത് കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ട്, അപ്പോൾ അതിന് നമുക്ക് സെൻറ്റർ ചെയ്യാം. ഇതുപോലെ കൃത്യമായി സെൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലുള്ള വൈഡ് ആംഗിൾ ഷോട്ടുകൾ എടുക്കാൻ സാധിക്കും. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും. ജസ്റ്റ് അതിൻ്റെ സാമ്പിൾ നമുക്ക് പരിശോധിക്കാം.
കണ്ടില്ലേ, നമുക്ക് സ്ക്രീനിൻ്റെ ഈ ഭാഗത്തും സ്ക്രീനിന് യാതൊരുവിധ അടിയും പറ്റാത്ത രീതിയിലുള്ള ഒരു റബ്ബർ കോട്ടിങ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുകയില്ല. കണ്ടില്ലേ, ഇത് വൈഡ് ആംഗിളാണ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ളത്. ഇനി നമുക്ക് ലെൻസ് റിമൂവ് ചെയ്ത് അതിൻ്റെ വൈഡ് ആംഗിൾ എത്രമാത്രമാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കണ്ടില്ലേ, എത്ര വ്യത്യാസമുണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മാക്രോ ഷോട്ട്, അത് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്രോ ഷോട്ട് എടുക്കാം. നല്ല ഹൈ ക്വാളിറ്റിയുള്ള മാക്രോ ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. മാക്രോ ഷോട്ട് നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മാക്രോ ഷോട്ടുകൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഫോണിലുള്ള ഒരു മാക്രോ ലെൻസാണ്. ഇനി മറ്റുള്ള സൂം ലെൻസുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ റിവ്യൂ ചെയ്യാം. വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ഈ ലെൻസിൽ ലഭിക്കുന്നത്, നമ്മുടെ ഒറിജിനൽ ക്യാമറയിൽ ലഭിക്കുന്നതിനേക്കാൾ. നമുക്ക് ഒറിജിനൽ ഫോണിനുള്ള ഇൻബിൽഡ് ലെൻസിൽ ഇതുകൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് മാത്രം. നിങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് മാനുവലായിട്ടുള്ള ക്യാമറ ആപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്രോ ആയാലും ശരി, അതല്ലെങ്കിൽ വൈഡ് ആംഗിൾ ആയാലും ശരി, നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. 2000 രൂപയോളമാണ് ഇതിന് എനിക്ക് വില വന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് എത്രയുണ്ടെന്ന് പരിശോധിക്കണം. അപ്പോൾ ലിങ്ക് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ എന്നാലും ഇത്രമാത്രമാണ് ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഇങ്ങനെയൊരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലെൻസ് ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. സ്മാർട്ട് ഫോണിൽ നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ലെൻസ് ബൈ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഉപകാരപ്രദമാകുമെന്ന് തോന്നുകയാണെങ്കിൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാവുന്നതാണ്. നിരവധി ട്രിക്കുകളും ടിപ്സുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.